റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയിൽ ചോദ്യങ്ങളൊക്കെ എങ്ങനെ വരും, അതൊക്കെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ളൊരു വീഡിയോ ആണിത്. ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഏകദേശം 1000-ഓളം വീഡിയോകളും അടങ്ങിയ ഒരു ചാനലാണ് നമ്മുടേത്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിരവധി ചോദ്യപേപ്പറുകൾ അടങ്ങിയ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം. ഈ വീഡിയോയിൽ 4ാം ക്ലാസ്സിലെ തദ്രീബ് എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇതിനു മുമ്പ് മറ്റൊരു മോഡൽ ചോദ്യപേപ്പറിൻ്റെ വീഡിയോ ചാനലുണ്ട്, കാണാത്തവർക്കൊക്കെ അത് കാണാം. ഇവിടെ 1ാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം എന്നാണ്. താഴെ കുറച്ച് ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ചോദ്യങ്ങളാണ് താഴത്തുള്ളത്. 5 ചോദ്യങ്ങളുണ്ട്, അഥവാ മദ്ദുകളെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. ഇവിടെ ആരിൽ, ലാസിം, മുൻഫസിൽ, മദ് അസ്ലി, മുത്തസിൽ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മദ്ദുകൾ എന്നാൽ എന്ത് എന്നാണ് താഴത്ത് പറയുന്നത്. ഓരോ നമുക്ക് മനസ്സിലാക്കാം. 1ാമത്തേത് മദ്ദക്ഷരത്തിന് ശേഷം അതേ പദത്തിൽ ഹംസ വന്നാൽ. മദ്ദക്ഷരം അലിഫ് വാവ് യ അതിനുശേഷം അതേ വേർഡിൽ തന്നെ ഹംസ വന്നാൽ ആ മദ്ദിന് പറയുന്ന പേര് മുത്തസിലാണ്. മദ് മുത്തസിൽ എന്നാണ് പറയുക. മദ് മുത്തസിൽ അഥവാ മദ്ദക്ഷരം അലിഫ് ഓർ വാവ് ഓർ യ ഏതാണെങ്കിലും ശരി, അതിനുശേഷം ഹംസ ഒറ്റ വേർഡിലാണ് ഇത് രണ്ടും വന്നതെങ്കിൽ മുത്തസിലാണ്. ഉദാഹരണം കൂടി ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതി തരാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ജാ ഇതൊറ്റ വേർഡാണ്. മദ്ദക്ഷരം വന്നു, ശേഷം ഹംസും വന്നു, അത് രണ്ടും ഒരു വേർഡിലായതുകൊണ്ട് അത് മുത്തസിലാണ് എന്ന് മനസ്സിലാക്കുക. 2ാമത് പറയുന്നത് എന്താണ്? മദ്ദക്ഷരത്തിന് ശേഷം 2 പദത്തിൽ ചേർന്ന് വന്നാൽ, അഥവാ മദ്ദക്ഷരം വന്നു അടുത്ത പദത്തിലാണ് എന്ത് വന്നത്? ഹംസ വന്നത്. അങ്ങനെ വന്നാൽ ആ മദ്ദിൻ്റെ പേര് മുൻഫസിലാണ്. അതിൻ്റെ ഉത്തരം. അഥവാ മദ്ദക്ഷരം അലിഫ് വാവ് യ ഏതും വരാം, അതിന് ശേഷം ഹംസ വന്നു. ഹംസ പറഞ്ഞാൽ ആ ഇ ഉ അതേതും വരാം. അത് 2 മദ്ദക്ഷരം ഒരു വേർഡിലും ഹംസ വേറൊരു വേർഡിൻ്റെ തുടക്കത്തിലും ആണെങ്കിൽ അതാണ് മുൻഫസിൽ. ഉദാഹരണം ഇന്നാ അത്വൈനാക്ക, കണ്ടില്ലേ? ഇന്ന എന്നുള്ള മദ്ദക്ഷരം ഒരു വേർഡിൽ, ഇന്ന എന്നുള്ള വേർഡിൽ, അത്വൈനാക്കയിലെ ഹംസ അടുത്ത വേർഡിൻ്റെ തുടക്കത്തിൽ, ഇങ്ങനെ 2 ഇതായിട്ട് വരുമ്പോഴാണ് അത് മുൻഫസിലാവുക. മനസ്സിലായിട്ടുണ്ടാവും. ഇനി 3ാമത്തത് മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് സ്ഥിരമായാൽ ആ മദ്ദിന് പറയുന്ന പേരാണ് ലാസിം. അതേ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കൃത്യമായി വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസിം. അതിൻ്റെ ഉദാഹരണം ആൽ ആന, അല്ലേ? ആൽ ആന മദ്ദക്ഷരത, ഇവിടെ മദ്ദക്ഷരം, അതിന് ശേഷം ലാമുമ്മയാണ് സുക്കൂന്. ആൽ ശേഷം സുക്കൂന് വന്നു, മദ്ദക്ഷരം ശേഷം സുക്കൂനും വന്നു. അത് സ്ഥിരമായതുകൊണ്ട് വഖഫ് ചെയ്യുമ്പോൾ വരുന്നതല്ല, സ്ഥിരം എപ്പോഴും അങ്ങനെ ഉണ്ടാവും. അതിലങ്ങനെ ആ സുക്കൂൻ എപ്പോഴും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് അത് ലാസിം എന്ന് പറയുന്നത്. ഇനി 4ാമത്തെ നോക്കൂ. മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് താൽക്കാലികമാണെങ്കിൽ, അഥവാ വഖഫ് ചെയ്യുമ്പോൾ മാത്രമേ സുക്കൂന് വരുള്ളൂ എങ്കിൽ അത് ആരിലാണ് ആ മദ്ദിൻ്റെ പേര്. ഉദാഹരണമൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഉദാഹരണം തന്നെ ഞാനിവിടെ ഇതാണ്. മുത്തഖൂൻ എന്നാണ്. മുത്തഖൂന, അല്ലേ? മദ്ദക്ഷരം ശേഷം ഇവിടെ വഖഫ് ചെയ്യുമ്പോഴാണ് സുക്കൂന് വരിക. മുത്തഖൂൻ വഖഫ് ചെയ്യുമ്പോഴാണ് സുക്കൂന് വരിക. അപ്പോൾ അതെന്തായി? ആരിലായി മാറി. അല്ലെങ്കിൽ അവിടെ സുക്കൂൻ ഉണ്ടാവില്ല, താൽക്കാലികമാണ്. അതാണ് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നോക്കുന്നത്. ഇനി അത് ഉദാഹരണം ഇഷ്ടംപോലെ ഉണ്ടാവും. ഇങ്ങനെ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ വരുന്നതൊക്കെ ആരിലാണ് എന്നർത്ഥം. എപ്പോഴും സുക്കൂനുണ്ട്, വഖഫ് ചെയ്യുമ്പോൾ മാത്രമല്ല വരുന്നത് എങ്കിൽ അത് ലാസിമാണ്. 5ാമത്തേത് ഹർക്കത്തുകൾ സാധാരണ രീതിയിൽ നീട്ടൽ. ഫത്തഹിനെ അലിഫ് കൊണ്ടും കസറിനെ യാ കൊണ്ടും ലൊമ്മിനെ വാവ് കൊണ്ടൊക്കെ നമ്മൾ സാധാരണ നീട്ടുന്നതാണ്
എന്ത് മദ് അസ്ലി. അപ്പോൾ നാലാമത്തതാണ് മദ് ആരിൽ, അഞ്ചാമത്തതാണ് മദ് അസ്ലി. മദ് അസ്ലി. ഇനിയിപ്പോൾ ഉദാഹരണം പ്രത്യേകിച്ച് ഇതൊന്നും വേണ്ട. ഫത്തഹിനെ അലിഫ് കൊണ്ട് നീട്ടിയതിന് ഉദാഹരണം കാല മാത്രമൊന്നുമല്ല, മുസാഫിലുള്ള ഏതും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ എഴുതാം. പുസ്തകത്തിൽ വന്നത് പറഞ്ഞു എന്ന് മാത്രം. കാല, കസറിനെ യാ കൊണ്ട് നീട്ടിയതിന് കീല, ലൊമ്മിനെ വാവ് കൊണ്ട് നീട്ടിയതിന് കൂലു എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ഇവിടെ എഴുതണമെന്നില്ല. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ്? ഉദാഹരണം എഴുതാം. ഇവിടെയും കുറച്ച് 6 കാര്യങ്ങൾ കൊടുത്തേക്കണം. അതിൻ്റെ ഉദാഹരണങ്ങൾ എഴുതി കൊടുക്കാനാണ്. അതിലൊന്ന് മദ് മുത്തസിലിനാണ്. മദ് മുത്തസിൽ എന്താണെന്ന് നമ്മൾക്ക് തൊട്ട് മുമ്പ് പറഞ്ഞ ഉദാഹരണമൊക്കെ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇനി കൂടുതൽ വിശദീകരിക്കണില്ല. എന്താണ്? മദ്ദക്ഷരത്തിന് ശേഷം അതേ പദത്തിൽ ഹംസ വന്നാൽ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഉദാഹരണം ജാ മാത്രമൊന്നുമല്ല, ഒരേ പദത്തിൽ വന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം കൂടി ഞാൻ വെറുതെ വേറെ ഇതാണ്. വസവാഉൻ. കണ്ടില്ലേ? മദ്ദക്ഷരത ഹംസത രണ്ടും ഒരു വേർഡാണ്. മദ്ദക്ഷരത ഹംസത രണ്ടും ഒരു വേർഡാണ്. ഇപ്പോൾ എനിക്ക് ഫത്തഹന്നെ അലിഫന്നെ വരണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതാണെങ്കിലും മുത്തസിലാണ്. ഇപ്പോൾ സീദ കണ്ടില്ലേ? യാ ആണ് വന്ന് മദ്ദക്ഷരമായിട്ട് വന്നത്. പിന്നെ ഹംസ, ഈ ഹംസ വന്നാലും ഒക്കെ ഹംസയിൽ തന്നെയാണല്ലോ ഇവിടെ. അപ്പോൾ ഇതൊക്കെ ഉദാഹരണങ്ങളായിട്ട് എഴുതാം. ഖുർആനിലും അങ്ങനെ വന്ന ഏത് ഉദാഹരണങ്ങളും എഴുതാം. പിന്നെ ഇവിടെ മദ് മുൻഫസിലിന് ഉദാഹരണമാണ്. മുൻഫസിലിന് പുസ്തകത്തിൽ വന്നത് തന്നെ ഞാനിവിടെ ഇതാണ്. മാ അഗ്ന. ഇതാ മദ്ദക്ഷരം. മദ് മുൻഫസിൽ കാരണം എന്താണ്? മദ്ദക്ഷരത്തിന് ശേഷം 2 പദത്തിലായിട്ടില്ലേ, അടുത്ത പദത്തിലായിട്ട് ഹംസ വന്നാൽ. ഇപ്പോൾ മാ എന്നുള്ള മദ്ദക്ഷരം ഇത് ഈ പദത്തിലാണ്. പിന്നെ അഗ്ന എന്നുള്ളത് ഹംസ വരുന്നത് അടുത്ത പദത്തിൻ്റെ തുടക്കത്തിൽ. അപ്പോൾ ഇവിടെ ഇങ്ങനെ 2 വരുമ്പോഴാണ് മുൻഫസിലാവുക. മാ അഗ്ന, ഇന്ന, അഅ്തൊയ്നാക അതൊക്കെ പറ്റും. പിന്നെ മദ് അസ്ലി സിമ്പിളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതിനു ഫത്ത് കൊണ്ട് നീട്ടിയതാണെങ്കിൽ കാല, കസർ കൊണ്ട് നീട്ടിയതിനാണെങ്കിൽ കീല, ലൊമ്മ കൊണ്ട് നീട്ടിയതിനാണെങ്കിൽ കൂലു. ഇത് മാത്രമൊന്നുമല്ല, ഇഷ്ടംപോലെ പറ്റും. ഇങ്ങനെ ഫത്ത് കൊണ്ട് നീട്ടുന്ന, ഫത്തഹിനെ അലിഫ് കൊണ്ട് നീട്ടുന്ന എന്തൊക്കെ ഉദാഹരണങ്ങളുണ്ടോ അതൊക്കെ ഇതാ. ഇത് ഒക്കെ ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. യാ കൊണ്ടാണെങ്കിലും വാവ് കൊണ്ടാണെങ്കിലും ഒരായത്ത് ഓതുമ്പോൾ തന്നെ അതിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ ഇങ്ങനെ വരും. പിന്നെ മദ് ലീനിന് ഉദാഹരണം. മദ് ലീന് കാരണം എന്താ നമ്മൾ പറഞ്ഞത്? മദ്ദക്ഷരത്തിന് ശേഷം ഫത്തഹിന് ശേഷം വാവ് യാ എന്നീ മദ് ലീനിൻ്റെ അക്ഷരങ്ങളാണ് വാവ് യാ. അപ്പോൾ അതിൽ സുക്കൂന് വന്നാൽ അത് മദ് ലീനാണ്. അതിൻ്റെ ഉദാഹരണം ഇവിടെ ഒരു മിൻ ഖൗഫിൻ ഒരു ഉദാഹരണം. മിൻ ഖൗഫിൻ അത് എന്താ? മദ്ദക്ഷരമല്ല, ഫത്തഹ് ശേഷം വാവ് സുക്കൂന് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതാണ് സംഭവം. ഇനി അത് പിന്നെ വാവ് കൊണ്ടായതുകൊണ്ട്, ഇനി യാ കൊണ്ടാണെങ്കിൽ അപ്പോൾ മറ്റേ ഫത്തഹിന് ശേഷം ലീനിൻ്റെ അക്ഷരമായ വാവ് വന്നതിന് ഉദാഹരണം മിൻ ഖൗഫിൻ. ഇനി ഫത്തഹിന് ശേഷം ഫത്തഹിന് ശേഷം ലീനിൻ്റെ അക്ഷരമായ യാ വന്നതിന് ഉദാഹരണം വസ്വൈഫ് എന്നുള്ളത് പറ്റും. വസ്വൈഫിൻ എന്നുള്ളത് പറ്റും. ഫത്തഹ് ശേഷം സുക്കൂനുള്ള യാ വന്നു. അപ്പോൾ അതൊക്കെ പറ്റും ലീനിന്. ഇനി അഞ്ചാമത്തത് റായിനെ തഫ്ഖീം ചെയ്തതിൻ്റെ ഉദാഹരണം. റായിനെ തഫ്ഖീം എന്ന് പറഞ്ഞാൽ റായിന് ഫത്തഹോ ലൊമ്മോ വരിക. അപ്പോൾ റായിന് ഫത്തഹ് വന്ന ഏത് ഉദാഹരണം എഴുതാം? പിന്നെ റായിന് ലൊമ്മ വന്ന ഏത് ഉദാഹരണം എഴുതാം? അപ്പോൾ ഫത്തഹ് വന്നതിന് യഫ്റഹു എന്ന് ഞാൻ എഴുതാണ്. യഫ്റഹു ഇതൊക്കെ പുസ്തകത്തിലുള്ളതാണ്. യഫ്റഹുൽ മുഅ്മിനൂൻ നമ്മൾ പഠിച്ചില്ലേ. ലൊമ്മ വന്നതാണെങ്കിൽ ഗുലിബത്തി റൂം എന്ന് പറഞ്ഞല്ലോ, അതിൽ ആ റൂം എന്നുള്ളത് എഴുതാം. ഫുള്ളായിട്ട് ഇതാണ് നല്ലത്. ഗുലിബത്തി റൂം എന്ന് ഇതാണ് നല്ലത്. ഞാനിവിടെ ചുരുക്കി കണ്ട ഇതാണ് റൂം. റായിന് ലൊമ്മ്, നേരത്തെ പറഞ്ഞ റായിന് ഫത്തഹ്. അപ്പോൾ അത് തഫ്ഖീം. ഇനി തർക്കീഖാണെങ്കിൽ റായിന് കസർ വന്നത് എഴുതാം. ഇവിടെ ആറാമത്തത് ജലാലത്തിൻ്റെ ഇസ്മിനെ തർക്കീഖ് ചെയ്തതിനാണ് ഉദാഹരണം. ജലാലത്തിൻ്റെ ഇസ്മിനെ തർക്കീഖ് ചെയ്തതിന് ഉദാഹരണം. ജലാലത്തിൻ്റെ ഇസ്മിനെ തർക്കീഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്നുള്ള ആ പദത്തിൻ്റെ തൊട്ട് മുമ്പ് കസർ വരണം. അപ്പോൾ ഉദാഹരണം ഫീ കിതാബില്ലാഹി. അള്ളാഹ് എന്നുള്ളത് ജലാലത്തിൻ്റെ ഇസ്മുത, അതിൻ്റെ മുമ്പത്തെ അക്ഷരം ബ ആണ്. അതിന് കസർ വരുമ്പോഴാണ് ഇതിങ്ങനെ വരുമ്പോഴാണ് എന്ത് വരിക? തർക്കീക്ക് വരിക. ഇനി ഈ അള്ളാഹ് എന്നുള്ള പദത്തിൻ്റെ തൊട്ട് മുമ്പുള്ളത്തെ അക്ഷരത്തിന് ഫത്തഹോ ലൊമ്മോ ആണെങ്കിൽ തഫ്ഖീമായിരിക്കും. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു ആക്ടിവിറ്റി അക്ഷരങ്ങൾ എഴുതാനാണ്. ഇവിടെ ഒന്നാമത്തത്
ഹറൂഫുൽ മദ്ദാണ്. മദ്ദിൻ്റെ അക്ഷരങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു അലിഫ് വാവ് യാ. സിമ്പിളാണ്. മദ്ദിൻ്റെ അക്ഷരങ്ങൾ അലിഫ് വാവ് യാ. പിന്നെ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങളാണ്. കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ ഖാഫ്, ത്വാ, ബാ, ജീമ്, ദാൽ. ഇങ്ങനെ 5 അക്ഷരങ്ങളാണ് എന്ത് കൽക്കലത്തിനുള്ളത്. പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടി നമുക്കൊരു വാക്കാക്കി പഠിക്കാമെന്ന് നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. കുത്തുബ് ജദ് അല്ലേ, കുത്തുബ് ജദ് അങ്ങനെ പഠിക്കാം. ഇനി മൂന്നാമത്തത് ഇസ്തില. ഇസ്തിലാൻ്റെ അക്ഷരങ്ങൾ ഖാ, സ്വാദ്, ലാദ്, ഗൈന്, ത്വാ, ഖാഫ്, ലാ അല്ലേ. അത് ഇങ്ങനെ ഒരു വാക്കായിട്ട് ഹുസ്വ, ലിഗ്, തിൻ, ഖിൽ ഇങ്ങനെ എന്ത് ചെയ്യാം, പെട്ടെന്ന് പഠിക്കാം. 7 അക്ഷരങ്ങളുണ്ട്. 1 2 3 4 5 6 7 അക്ഷരങ്ങൾ. കൽക്കലത്തിൻ്റെ 5 അക്ഷരങ്ങൾ, ഇസ്തിലാഹിന് 7 അക്ഷരങ്ങൾ. ഇനി 4ാമത്തെ ആക്ടിവിറ്റി നിയമങ്ങളും അക്ഷരങ്ങളും കണ്ടെത്താം. നിയമങ്ങളും അക്ഷരങ്ങളും കണ്ടെത്താനാണ്. ഇവിടെ 1ാമത്തത് ഫഖദ് കദബൂക്കും ബിമാ എന്നാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് നമ്മൾ മീമിൻ്റെ വിധികളാണല്ലോ പഠിച്ചത്. സാക്കിനായ മീമിന് ശേഷം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, മീമ് എന്ന അക്ഷരം തന്നെയാണ് വരുന്നതെങ്കിൽ അവിടുത്തെ നിയമം ഇദ്ഗാമാണ്. പിന്നെ സാക്കിനായ മീമിന് ശേഷം ബാ ആണ് വരുന്നതെങ്കിൽ അവിടുത്തെ നിയമം ഇഖ്ഫ ആണ്. പിന്നെ സാക്കിനായ മീമിന് ശേഷം ബാക്കി 26 അക്ഷരങ്ങൾ വരികയാണെങ്കിലും അവിടുത്തെ നിയമം ഇൽഹാറാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഫഖദ് കദബൂക്കും ബിമാ എന്നുള്ളടത്ത് സാക്കിനായ മീം ഇവിടെ ഉണ്ട്. ശേഷം വന്ന അക്ഷരം ബാ ആണ്. അപ്പോൾ ഏതാണ്, ഇഖ്ഫ ആണ് അവിടെ നിയമം വരിക. ബാ ആണ് അതിൻ്റെ അക്ഷരം, അതുകൊണ്ട് ബാ എന്നിവിടെ ഇതാം. ഇനി 2ാമത്തത് അക്സറുഹും കാദിബൂൻ ആണ്. അക്സറുഹും കാദിബൂൻ സാക്കിനായ മീമിത ശേഷം വന്ന അക്ഷരം കാഫാണ്. കാഫ് സാക്കിനായ മീമിന് ശേഷം കാഫ് ഇതിലെ ഇവിടെ മീമോ ബാओ അല്ലെങ്കിൽ പിന്നെ ഇൽഹാർ ഇക്കാരം. ബാക്കി 26 അക്ഷരങ്ങളും ഇൽഹാറാണ്. അപ്പോൾ ഇവിടെ ഇൽഹാർ ഇടുക. വന്ന അക്ഷരം കാഫാണ്. അപ്പോൾ കാഫ് അവിടെ ഇതാം. 3 ഗുലിബത്തിർ റൂം. അതിലേത് നിയമ, തഫ്ഹീമാണോ തർക്കീക്കാണോ നോക്കേണ്ടത്. റാ ആണല്ലോ തഫ്ഹീമിനും തർക്കീക്കിനും വരിക. റാ ഇവിടെ ഉണ്ട്. റായിന് ലൊമ്മാണ് വന്നിട്ടുള്ളത്. ഫത്തഹ് വന്നാലും റായിന് ഫത്തഹ് വന്നാലും ലൊമ്മ് വന്നാലും എന്താണ്, തഫ്ഹീമാണ്. കസർ വന്നാലാണ് തർക്കീക്ക്. അപ്പോൾ അക്ഷരം പിന്നെ റാ ആണ്, അതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ഇതൊന്നും വേണ്ട. അപ്പോൾ അവിടെ തഫ്ഹീം. 4ാമത്തത് മിനൽ മുഹളരീൻ അല്ലേ. മിനൽ മുഹളരീൻ എന്നുള്ളത് ഇസ്തിലാ കൽക്കലത്ത്. അതിലിപ്പോൾ ഏതാണ്, ഇസ്തിലാ ആണോ കൽക്കലത്താണോ? മിനൽ മുഹളരീൻ. ഇവിടെ ഒരു ലാദുണ്ട്, ലാദ്. നമ്മൾ ഇസ്തിലാൻ്റെ അക്ഷരങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഖുസ്വത്തിൻ ഖിൽ എന്നാണ്. അപ്പോൾ അതിൽ ലാദ് ഇസ്തിലാൻ്റെ അക്ഷരമാണ്. അപ്പോൾ ഇസ്തിലാ അതാണ് ഇവിടുത്തെ നിയമം. ലാദാണ് അവിടെ വന്ന അക്ഷരം. അപ്പോൾ അതങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം. ഇനി അടുത്തത് 5ാമത്തത് വേർതിരിക്കാം. മദ്ദാണ്. മദ്ദുകൾ വേർതിരിക്കാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 4 ഉദാഹരണങ്ങളുണ്ട്. ഖുലു, ഫിർഔനു, ഇസ്നത്തൈനി, ഖറാബീബ്. ഇതിൽ മദ് അസ്ലി ഇവിടേക്ക് എഴുതാം, മദ് ലീനൊക്കെ ഇവിടേക്ക് എഴുതാനാണ്. അതിൽ ഖുലു അത് ഏതിലാണ് പെടുക? അത് നമ്മൾ മദ് അസ്ലിയിലാണ് പെടുക. സാധാരണ അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ ലൊമ്മ എന്ന മറ്റേ ഹർക്കത്തിനെ വാവ് കൊണ്ട് നീട്ടി, അപ്പോൾ അത് അസ്ലിയിൽ വിടും. ഖുലു. ഫിർഔൻ എന്നുള്ളിടത്ത് ഒറ്റടിക്ക് നോക്കുമ്പോൾ നമുക്ക് മദ്ദൊന്നും കാണാൻ കഴിയില്ല. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഫിർഔൻ അല്ലേ. അഥവാ ഞാനിവിടെ എഴുതി കാണിച്ചു തരാം. അത് ലീനിലാണ് വരിക. എങ്ങനെ ലീനിൽ വരാൻ കാരണം എന്താ, ഫത്തഹിന് ശേഷം വാവോ യാവോ വന്നാൽ, സുക്കൂനുള്ള വാവോ യാവോ വന്നാൽ അത് ലീനാണ്, മദ് ലീനിലാണ് വരിക. അപ്പോൾ ഫിർഔൻ എന്ന് പറയാം. പിന്നെ ഇസ്നത്തൈൻ അതും അതേപോലെ തന്നെയാണ്. ഇസ്ന അതും ഏതിലാണ് വരിക, മദ് ലീനിലാണ് വരിക. ഇസ്നത്ത ഇവിടുത്തെ ഫത്തഹ് വന്നു, അതിന് ശേഷം അതിന് സുക്കൂനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഏതിലാണ് വരും, മദ് ലീനിൽ വരും. പിന്നെ ഖറാബീബ് അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, അത് സാധാരണ മദ്ദാണ്. ഈ ഫത്തഹിനെ അലിഫ് കൊണ്ട് നീട്ടി, പിന്നെ ഈ കസറിനെ ഇവിടെ യാ കൊണ്ട് നീട്ടി. അപ്പോൾ അത് സാധാരണ മദ് അസ്ലിയിലാണ് ഇവിടെ. അപ്പോൾ ഖുലു ഖറാബീബു 2 മദ് അസ്ലി, ഫിർഔനു
അതേപോലെ ഇസ്നത്തൈൻ ഇവിടെ മനസ്സിലായിട്ടുണ്ടാവും. ഫത്തഹിത ശേഷം യാ ഇവിടെ സുക്കൂനായിട്ട് വന്നിട്ടുണ്ട്. മനസ്സിലാക്കേണ്ടത് ഫത്തഹിന് ശേഷം യാ വാവ് സുക്കൂനായി വന്നാലോ യാ സുക്കൂനായി വന്നാലോ അവിടെ മദ് ലീനായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നിങ്ങളുടെ മദ്രസ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.